എൻ്റെ പേര് പ്രേമ. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 അത് കഴിഞ്ഞ് കൊറോണ വന്നപ്പം ഞാനത് നിർത്തിവെച്ചു. പിന്നെ ഞാൻ 2023 വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വാദത്തിൻ്റെ പ്രശ്നമായിരുന്നു. ശരീരം മൊത്തം വേദനകളും മാറി മാറി വേദനകളും എല്ലാം ആയിരുന്നു. സന്ധിവാദം ആമവാദം കൂടി കലർന്നതായിരുന്നു. ശരീരം മൊത്തം നീർക്കെട്ട് വേദന എല്ലാമായിരുന്നു. ഞാൻ അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2023 ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഈ നിയോഗം വെച്ചിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ അത് ഞാൻ 2023 ഒക്ടോബർ 28 ജയമാല റാലിക്ക് ഞാൻ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ കിടന്നതിന് ശേഷം എനിക്ക് ശരീരത്തിന് മൊത്തം ഒരു തണുപ്പ് കയറി വന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ വീണ്ടും ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരം വെളുത്ത് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ വേദന കുറഞ്ഞു പോയി. പിന്നെ അത് വീണ്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വേദനകളെല്ലാം മൊത്തം എല്ലാം കംപ്ലീറ്റ് മാറി. ഞാൻ ഉടമ്പടി ഉപ്പും തൈലും തേനും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. അതിനു മുമ്പ് ഞാൻ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം ഉപയോഗിക്കുമായിരുന്നു. അതിൽ നിന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു, എന്നെ സൗഖ്യപ്പെടുത്തി. ഈശോയ്ക്ക് മാതാവിന് നന്ദി. പിന്നെ മകളുടെ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂ. അവൾ MBA പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പഠിത്തം കഴിഞ്ഞപ്പോൾ ഒത്തിരി 15 ഇൻ്റർവ്യൂ അവൾ പങ്കെടുത്തു. ഒന്നിലും അവൾക്ക് ജോലി കിട്ടിയില്ല. അവസാനം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ഡേറ്റിനും ഞാൻ പ്രാർത്ഥിച്ച ഡേറ്റൊന്നും അവൾക്ക് ജോലി കിട്ടിയില്ല. അവസാനം ഈശോ എനിക്ക് ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മിച്ച് തന്നു. ഏപ്രിൽ 22 എന്നുള്ള ഡേറ്റ്. ആ ഡേറ്റിൽ ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഒരു ഡേറ്റ് എനിക്ക് കാണിച്ചു തരേണ്ടതെന്ന്. എനിക്ക് ആ ഡേറ്റ് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഈശോ കാണിച്ചു തരേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഒരു അവസാനത്തെ ഇൻ്റർവ്യൂ പങ്കെടുത്ത് അവൾക്ക് ആ ഡേറ്റിൽ തന്നെ ഓഫർ ലെറ്റർ കിട്ടുകയും നല്ലൊരു ജോലി, നല്ല സാലറിയോട് കൂടി നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. മാതാവിന് ഈശോയ്ക്ക് നന്ദി. പിന്നെ അവൾക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. 2 ഡോക്ടർമാരെ കാണിച്ചപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാൽ പോരെ, അത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഉപ്പും തൈലും എല്ലാം ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. അവളത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ മുഴ വലുതായി കഴുത്തിൽ എല്ലാം വന്നു. അതിന് ശേഷം ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു പോയി. പിറ്റേ ദിവസം അവൾ പറഞ്ഞു, അമ്മേ എനിക്ക് കഴുത്തിൽ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. അങ്ങനെ മാതാവിനെ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം പറഞ്ഞു, അമ്മ എൻ്റെ കഴുത്തിൽ മുഴയൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, മാതാവേ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യേണ്ട, മാതാവ് തന്നെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അത് ഇപ്പോൾ മുഴയൊന്നുമില്ല, ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. വേറെ മരുന്നുകളും അധികം കാൽസ്യത്തിൻ്റെ മരുന്ന് മാത്രമേ ഇപ്പോൾ ഒരു മാസത്തിൽ 1 മാത്രമേ കഴിക്കുന്നുള്ളൂ. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ അവൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് നല്ലതുപോലെ മാനേജറായിട്ട് അവൾക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ അതിന് നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിൽ വെക്കാത്തൊരു നിയോഗമാണ്, എനിക്ക് വായിക്കുമ്പോൾ കണ്ണാടി വെക്കണമായിരുന്നു. ഞാനും പിന്നെ അത് കണ്ണാടി വെച്ചാലും എനിക്ക് ശരിക്കും കാണുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ വചനം എഴുതാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ കണ്ണാടി വെക്കേണ്ട, അല്ലാതെ തന്നെ ബൈബിൾ വായിക്കാനും എല്ലാത്തിനും കാഴ്ച വന്നു. യേശുവിന് നന്ദി, മാതാവിന് നന്ദി. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, ഞാൻ അനാഥ മന്ദിരത്തിൽ പോകുമായിരുന്നു. അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു, ഭക്ഷണം കൊടുക്കുമായിരുന്നു, പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുമായിരുന്നു. കിട്ടുന്ന പത്രങ്ങളെല്ലാം പള്ളികളിൽ നിന്ന് കിട്ടുന്നതായാലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. ഇത്രയും ഞാൻ പിന്നെ എല്ലാ ദിവസവും എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ അന്ന് ഉടമ്പടി 2023 ഉടമ്പടി പുതുക്കിയതിന് ശേഷം, അതിനു മുമ്പ് ഞാൻ പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ വന്നുകൊണ്ടിരുന്നുള്ളൂ. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരും. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും, ഉപവാസം എടുക്കും.
അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായി ഞാൻ ശ്രദ്ധിച്ചു പോന്നിരുന്നു. യേശുവേ നന്ദി.